ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി തങ്കയങ്കി ഘോഷയാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്നിധാനത്തേക്ക് അധികം താമസിയാതെ എത്തിച്ചേരും. തങ്കയങ്കി ചാർത്തിയ അയ്യപ്പ ഭഗവാനെ കാണുവാൻ വലിയ തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. ദീപാരാധന 6:30 സന്നിധാനത്ത് നിന്നും ശ്യാം സുന്ദർ വിവരങ്ങളുമായുണ്ട്. ശ്യാം, 6:15 സന്നിധാനത്ത് എത്തിച്ചേരും. എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ? വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ്. ഈ ദീപാരാധന കഴിഞ്ഞ വഴി ദർശനത്തിന് ആയിരങ്ങൾ കാത്തു നിൽക്കുകയാണ്. എങ്ങനെയാണ് സന്നിധാനത്തെ ഒരുക്കങ്ങളും ഇപ്പോഴത്തെ സ്ഥിതി? ദേവസ്വം പ്രതിനിധികളാണ് ഇപ്പോൾ നടക്കൽ നിൽക്കുന്നത്. അവർ സോപാനത്തിൽ നിന്നും മാലയിട്ട് അയ്യന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് തങ്കയങ്കിയെ സ്വീകരിക്കാനായി പോകുന്നതാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ദേവസ്വം പ്രതിനിധികൾ മാലയിട്ടുകൊണ്ട് പടിയിറങ്ങി അയ്യന്റെ അനുവാദം വാങ്ങിയതിനു ശേഷം പടിയിറങ്ങി 5:15 തന്നെ ശരംകുത്തിയിലെത്തുന്ന തങ്കയങ്കിയെ സ്വീകരിക്കാനായി പോകും. അവിടെ 5:15 തന്നെ സ്വീകരണത്തിന് ശേഷം 6:15 ആകുമ്പോഴത്തേനും സന്നിധാനത്ത് എത്തിച്ചേരും. 6:30 മഹാദീപാരാധന, തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. തങ്കയങ്കി വരുന്ന പാതകളെല്ലാം ശുചീകരിച്ച് 18-ാം പടിയെല്ലാം കഴുകി ശുചീകരിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തങ്കയങ്കിയെ സ്വീകരിക്കാനുള്ള യാത്രയാണ്. തങ്കയങ്കിയെ സ്വീകരിക്കാനായി ഇപ്പോൾ ദേവസ്വം പ്രതിനിധികൾ മാലയിടാൻ തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അയ്യന്റെ അനുവാദം, മാലയിട്ട് അയ്യന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് പടിയിറങ്ങിയാണ് ഇവർ പോവുക. 18-ാം പടി ഇറങ്ങിയാണ് പോവുക. 18-ാം പടി ഇറങ്ങി 5:15 തന്നെ ശരംകുത്തിയിൽ എത്തുന്ന വിധം പോയി അവിടെ നിന്ന് തങ്കയങ്കി സ്വീകരിച്ച് ഔദ്യോഗികമായ സ്വീകരണത്തിന് ശേഷം പിന്നീട് സന്നിധാനത്ത് 18-ാം പടിക്ക് മുന്നിലെത്തി അവിടെയും ഒരു സ്വീകരണമുണ്ട്. 18-ാം പടിക്ക് മുന്നിൽ സ്വീകരണത്തിന് ശേഷം 18-ാം പടി കയറി തങ്കയങ്കിയെ അയ്യനെ ചാർത്തുന്ന ചടങ്ങാണ്. അത് 6:15-6:30 ദീപാരാധന. അപ്പോൾ ദീപാരാധനയ്ക്കായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വഴികളിലെല്ലാം തങ്കയങ്കി വരുന്ന വഴികളെല്ലാം ശൂന്യമാണ്. ഇപ്പോൾ ഭക്തജനങ്ങൾ ആരെയും കടത്തിവിടുന്നില്ല. ദർശനങ്ങൾ കാണുന്നത് മലയിടാൻ തയ്യാറായി നിൽക്കുന്ന പ്രതിനിധികളെയാണ്. ഇപ്പോൾ മാലയിട്ടതിനു ശേഷം മാലയിട്ട് അനുവാദം വാങ്ങുക എന്നാണ് പറയുക. അയ്യന്റെ അനുവാദം വാങ്ങി 18-ാം പടി ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന പ്രതിനിധികളെ കാണാം. ദേവസ്വം പ്രസിഡന്റും കൂടെയുണ്ട്. ദേവസ്വം പ്രസിഡന്റ് നേതൃത്വത്തിൽ നിൽക്കുന്ന സംഘമാണിപ്പോൾ സ്വീകരണത്തിനായി പോകാൻ തയ്യാറാവുന്നത്. 5:15 തന്നെ ശരംകുത്തിയിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5:15 ശരംകുത്തിയിൽ എത്തുന്ന തങ്കയങ്കിയെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. തന്ത്രി മാലയിട്ട് കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. ഓഫീസർ കൃഷ്ണകുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിജു. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പോകുന്ന ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അവർക്ക് അനുഗ്രഹം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് അനുവാദം നൽകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇരുമെടുക്കിട്ടില്ലാതെ പടി ചവിട്ടാൻ ആർക്കും അനുവാദമില്ല. പക്ഷേ അയ്യന്റെ നിന്ന് നേരിട്ട് അനുവാദം വാങ്ങിക്കൊണ്ട് ദേവസ്വം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇരുമടിക്കിട്ടില്ലാതെ തന്നെ മാലയിട്ടുകൊണ്ട് അയ്യന്റെ സന്നിധിയിൽ നിന്ന് മാലയിട്ടുകൊണ്ട് തന്നെ അയ്യന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് 18-ാം പടി ഇറങ്ങുന്ന കാഴ്ച. 18-ാം പടി ഇറങ്ങി ചെന്ന് തങ്കയങ്കിയെ, അയ്യന് ചാർത്താനുള്ള സ്വർണത്തിൽ നിർമ്മിച്ച തങ്കയങ്കിയെ സ്വീകരിക്കാനായി ചെല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശബരിമല സന്നിധാനം സർവാഭരണ വിഭൂഷിതനായ അയ്യനെ കാണാനായി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും. ശരംകുത്തിയിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ ചേർന്ന് ഈ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുക. 6:15 അത് സന്നിധാനത്തെത്തും. തുടർന്ന് മഹാദീപാരാധന നടക്കും. ഈ സമയങ്ങളിൽ ഭക്തർക്ക് ഇപ്പോൾ ശ്രീകോവിലേക്ക് അല്ലെങ്കിൽ ദർശനത്തിനുള്ള സൗകര്യമില്ല. ദീപാരാധനയ്ക്ക് പിന്നാലെ തന്നെ ദർശനം നൽകി തുടങ്ങും. ഒരു 10,000-കണക്കിന് ഭക്തർ ഇപ്പോൾ തന്നെ കാത്തു നിൽക്കുകയാണ്. നാളെ മണ്ഡലപൂജ നടക്കുന്നു. അങ്ങനെ മണ്ഡലകാലത്തിന്റെ ആദ്യ ഘട്ടം
നാളെ പൂർത്തിയാവുകയാണ്. വീണ്ടും 2 ദിവസങ്ങൾക്കപ്പുറം നട തുറക്കും. പിന്നെ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളായിരിക്കും ശബരിമല സന്നിധാനം ഉണ്ടാവുക. അങ്ങനെ ഭക്തരുടെ വലിയൊരു കാത്തിരിപ്പാണ് സർവാഭരണ വിഭൂഷണനായ ശബരിമല അയ്യപ്പനെ കാണുക എന്നത്. ആ ദിവസം ശബരിമലയിൽ എത്തിച്ചേരാൻ കഴിയുക എന്നതും വലിയ ആഗ്രഹവുമായി ഭാഗ്യവുമായി കരുതുന്ന ഭക്തരുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.